ഹായ് എവരി വൺ. അപ്പൊ നമ്മൾ ഇന്ന് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ SCRT ബുക്കാണ്. ക്ലാസ്സുകളായിട്ട് നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 6ാം ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ SCRT ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. SCRT ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇന്ത്യ, കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു തീരും അല്ലെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യാനേ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ പിന്നീട് 2ാം ഘട്ടത്തിൽ നമ്മൾ അത് ആഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് SCRT ക്ലാസ് 6ലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വിസുകളെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ ജനിച്ച നേതാവ് ആര് എന്നാണ് ചോദിച്ചത്. ഈ താഴെ കൊടുത്തവയിൽ ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കസോസ ഗോത്ര വിഭാഗത്തിൽ ജനിച്ച നേതാവ് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ എന്താണ് പറയാ? നെൽസൺ മണ്ടേല എന്നതാണ് ആൻസർ. ഓക്കെ, നെൽസൺ മണ്ടേലയാണ് ട്രാൻസ്കോയ് ഗ്രാമത്തിൽ ജനിച്ചത്. ട്രാൻസ്കോയ് ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയിലാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ കസോസ ഗോത്ര വിഭാഗത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ വർഷമാണ് ചോദിച്ചത്. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? 1990 ഫെബ്രുവരി 11-നാണ്. ഓക്കെ, 1990 ഫെബ്രുവരി 11-നാണ് നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡന്റ് ആയ വർഷമാണ് ചോദിച്ചത്. ആദ്യം അദ്ദേഹം ജയിൽ മോചിതനായത് ചോദിച്ചു. 1990-ലാണ് മോചിതനായത്. എന്നാൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയത് എപ്പോഴാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1994 മെയ് 10-നാണ്. ഓക്കെ, 1994 90-ൽ അദ്ദേഹം ജയിൽ മോചിതനായി. 94-ൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. 1948 ഡിസംബർ 10-നാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. 1948 ഡിസംബർ 10. എല്ലാം ഡേറ്റുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഡേറ്റുകളാണ് പഠിക്കാനുള്ളത്. ഡേറ്റുകൾ എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് കേൾക്കുക, ഒരുപാട് തവണ കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് എല്ലാം ഒന്ന് ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്ന് പഠിക്കുന്ന ഡേറ്റുകൾ ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വെബ്സൈറ്റിൽ പോയിട്ട് ക്വിസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഡേറ്റുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. എക്സാമിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് നെക്സ്റ്റ് ചോദിച്ചത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1993-നാണ്. ഓക്കെ, 1993-ലാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. 1993. ഇനി കേരളത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ 1998-ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇന്ത്യയിലാണെങ്കിൽ 1993-ആണ്. എന്നാൽ കേരളത്തിലാണെങ്കിൽ ഏതാണ്? 1998-ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആകുന്നത്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ലാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1998-ലാണ്. ഓക്കെ, 1998. ആ 3 ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടുക. അപ്പൊ എന്തായി? 8 എന്നായി അല്ലേ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ 1993, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ 1998 എന്ന് കൊടുക്കുക. In next question,
ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് എന്നാണ് ചോദിച്ചത്. ചെയർമാൻ ഉൾപ്പെടെ എത്ര? 3 ആണ്. 3. ഓക്കെ. ദേശീയ ആണെങ്കിൽ അത് 5 ആയിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്താണെങ്കിൽ അത് 3 സ്ഥിരാംഗങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ. ചെയർമാൻ ഉൾപ്പെടെയാണ് ചോദിച്ചത്. ചെയർമാൻ കൂടാതെ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ് ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷമാണ് ചോദിച്ചത്. ആൻസർ വരിക 2009 എന്നതാണ്. 2009 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മലാല യൂസഫ്സായിക്കൊപ്പം ലഭിച്ചത് ആർക്ക്? 2014 ആർക്കാണ് ലഭിച്ചത്? മലാല യൂസഫ്സായിക്കാണ്. മലാല യൂസഫ്സായിയുടെ കൂടെ ഒരാൾക്ക് കൂടെ ലഭിച്ചിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരനാണ് ലഭിച്ചത്. അതാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ് ആൻസർ. കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിക്കാണ് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. മറ്റൊരു വ്യക്തി ആരാണ്? മലാല യൂസഫ്സായി ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചതാര് എന്നാണ് ചോദിച്ചത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ, ഈ സംഘടന സ്ഥാപിച്ചതാരാണ്? നമ്മുടെ കൈലാഷ് സത്യാർത്ഥി തന്നെയാണ്. ഓക്കെ. കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാലവേലക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീ വിവേചന ഉന്മൂലന നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എപ്പോൾ? സ്ത്രീ വിവേചന ഉന്മൂലന നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. എപ്പോഴാണ്? 1979 1979 സ്ത്രീ വിവേചന ഉന്മൂലന നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1976 പട്ടികജാതി പട്ടികവർഗ നിയമം ഭേദഗതി പ്രകാരം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. 1976 പട്ടികജാതി പട്ടികവർഗ നിയമ ഭേദഗതി പ്രകാരം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസർ എത്രയാണ്? 35 ഗോത്ര സമൂഹങ്ങളാണ് കേരളത്തിലുള്ളത്. ഏത് പ്രകാരം? 1976 പട്ടികജാതി പട്ടികവർഗ നിയമ ഭേദഗതി പ്രകാരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്ര വിഭാഗം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്ര വിഭാഗം ഏതാണ്? പണയറാണ്. പണയർ. ഓക്കെ. പണയറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്ര വിഭാഗം. പണയർ. ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ. ജസ്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗോത്ര വിഭാഗം പണയറാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ലോക പരിസ്ഥിതി ദിനം ഇത് ഒരുപാട് തവണ നമ്മൾ കേട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഓക്കെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക ഭൗമ ദിനം എപ്പോഴാണെന്നാണ്. ലോക ഭൗമ ദിനമാണ് ചോദിച്ചത്. ലോക ഭൗമ ദിനം എപ്പോഴാണ്? ഏപ്രിൽ 22 ഓക്കെ. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ഏപ്രിൽ 22. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം. ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. ആൻസർ എന്താണ് വരിക? 2010 എന്നതാണ് ആൻസർ. ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2010. ഓക്കെ. 2010 ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ നിയമം നിലവിൽ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വായു നിയമം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. ഇന്ത്യയിൽ വായു നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1981. 1981 ഇന്ത്യയിൽ വായു നിയമം നിലവിൽ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ജല നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ ജല നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1974 ജല നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ജല നിയമം നിലവിൽ വന്നത് 1974. വായു നിയമമാണെങ്കിൽ 1981 എന്നോർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം
നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. 1986 ആൻസർ. ഓക്കെ, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇതെല്ലാം വർഷങ്ങളാണ്. വർഷങ്ങൾ കുറച്ച് പ്രയാസമുള്ളതാണ് പഠിക്കാൻ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക്, ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ചിത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഉപകാരപ്പെടും. കാരണം ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകാരപ്പെടും. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരാം ഞാൻ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. 1986 ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചത്. 1980 എന്നതാണ് ആൻസർ. 1980 ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. അപ്പൊ നമ്മൾ ഇന്ന് 24 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഇതോടുകൂടി SCRT ക്ലാസ് 6 കഴിഞ്ഞു. നാളെ മുതൽ, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് SCRT 7ാം ക്ലാസ്സിലെ SCRT ആണ് പഠിക്കുക. 6ാം ക്ലാസ് വരെയുള്ള എല്ലാം കഴിഞ്ഞു. ഇനി 7, 8, 9, 10 കൂടെ പഠിക്കാനേ ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്